ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് പൈലറ്റായിട്ട് ഏതൊക്കെ വഴിയിലേക്ക് കൂടിയാണ് നമുക്ക് ചേരാൻ പറ്റുന്നത്? അതായത് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് പൈലറ്റായിട്ട് ഒന്നുണ്ട് നമ്മുടെ നോൺ ടെക്നിക്കൽ ഗ്രേഡ് ഉണ്ട്, +2 ലെവൽ വരുന്നത്. അതുപോലെ തന്നെയാണ് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് പൈലറ്റ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. 3 വഴിയിൽ കൂടിയാണ് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് പൈലറ്റ് ആവാൻ സാധിക്കുന്നത്. ആദ്യമായിട്ട് വരുന്നതാണ് NDA, രണ്ടാമത് അഫ്കാറ്റ്, മൂന്നാമത് NCC സ്പെഷ്യൽ എൻട്രി. ആദ്യമായിട്ട് NDA എങ്ങനെയാണ് നോക്കാം. NDA 16-നും 19-നും ഇടയിൽ പ്രായപരിധിയുള്ള +2 ഫിസിക്സ് ഫിസിക്സും മാത്തമാറ്റിക്സ് കമ്പൾസറി സ്റ്റഡി ചെയ്തിരിക്കണം. ആ കുട്ടികൾക്കാണ് NDA എക്സാം എഴുതാൻ സാധിക്കുന്നത്. ഈ NDA എക്സാം എന്നുള്ളത് വർഷത്തിൽ 2 തവണയായിട്ടാണ് നടക്കാൻ പോകുന്നത്. NDA 1 അതുപോലെ തന്നെ NDA 2. NDA 1 ഏപ്രിൽ മാസങ്ങളിലും അതുപോലെ തന്നെ NDA 2 സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ് നടന്നു വരുന്നത്. മിനിമം 50% മാർക്കോട് കൂടി പാസ്സാകുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് ഇത് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. ഈ അപ്ലിക്കേഷൻ എന്നുള്ളത് NDA 3 ചാൻസ് ആണ് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഈ 16 to 19 ഇടയിൽ പ്രായപരിധിയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 3 അറ്റംപ്റ്റ് നേടാൻ സാധിക്കുന്നതാണ്. ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റ്, അതായത് +2 ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റിന് പോലും അപ്പിയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു എക്സാമാണ് NDA എക്സാം, നാഷണൽ ഡിഫൻസ് അക്കാഡമി. ഇതിനുശേഷം SSB സർവീസ് സെലക്ഷൻ ബോർഡ് SSB ഇൻ്റർവ്യൂ 5 ദിവസത്തെ പ്രൊസീജിയർ ആയിരിക്കും. അതിനകത്ത് പാസ്സാകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അടുത്ത സ്റ്റേജ് മെഡിക്കൽ എക്സാം നടക്കുന്നതാണ്. അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മെയിൽ ത്രൂ ലഭിക്കുന്നതാണ്. അടുത്തതാണ് അഫ്കാറ്റ്, എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. അഫ്കാറ്റ് ത്രൂ ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റേജായിട്ട് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് പൈലറ്റായിട്ട് പോകാൻ സാധിക്കുന്നത്. ഗ്രാജുവേഷൻ സ്റ്റുഡൻ്റ് ആണ് ഇതിൽ അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. മിനിമം 60% കൂടി പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും, നേരത്തെ പറഞ്ഞ NDA അഫ്കാറ്റും എല്ലാം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത ഇതിൻ്റെ 60% കൂടി എക്സാം ഗ്രാജുവേഷൻ പാസ്സായിട്ടുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അഫ്കാറ്റ് റിട്ടേൺ എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുന്നതാണ്. ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റിനും ഇത് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അഫ്കാറ്റിനകത്ത് 2 സെക്ഷനിലായിട്ടാണ് സെലക്ഷൻ പ്രൊസീജിയർ നടക്കുന്നത്. ഒന്ന് ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്കും അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി. ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് 60% കൂടി ഗ്രാജുവേഷൻ പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 20 മുതൽ 24 വയസ്സ് വരെയാണ് ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടിനകത്ത് 2 സെക്ഷൻ വരുന്നുണ്ട്. ഒന്ന് ടെക്നിക്കൽ അതുപോലെ തന്നെ നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് എന്നുള്ളത് BTech ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. 60% കൂടി BTech ഗ്രാജുവേറ്റ് പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. അടുത്ത സ്റ്റേജാണ് ഇതിൻ്റെ നോൺ ടെക്നിക്കൽ. 50% കൂടി +2 ഫിസിക്സ് മാത്തമാറ്റിക്സ് സബ്ജക്റ്റോട് കൂടി പാസ്സായിട്ടുള്ളതും അതുപോലെ തന്നെ ഗ്രാജുവേഷനിൽ 60% കൂടി ഗ്രാജുവേറ്റ് പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്നുള്ളത് പറഞ്ഞു 20 മുതൽ 24 വയസ്സ് വരെയാണ് ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക്, 20 മുതൽ 26 വയസ്സ് വരെയാണ് ഗ്രൗണ്ട് ഡ്യൂട്ടിയിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ സെയിം ഏജ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് ക്രിറ്റീരിയ എന്താണെന്ന് നോക്കാം. ഹൈറ്റ് എന്നുള്ളത് ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് 162.5 സെൻറ്റിമീറ്ററാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടത്. അതിൽ പെൺകുട്ടികൾക്ക് ഹൈറ്റ് റിലാക്സേഷൻ ലഭിക്കുന്നതല്ല, സെയിം 162.5 സെൻറ്റിമീറ്റർ നിർബന്ധമായിട്ടും വേണമെന്നുള്ളത്. ഗ്രൗണ്ട് ഡ്യൂട്ടിയിലേക്കാണെങ്കിൽ 152 സെൻറ്റിമീറ്റർ ഹൈറ്റ് മാത്രം മതി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. 3ാമത്തെ കാറ്റഗറിയാണ് NCC സ്പെഷ്യൽ എൻട്രി. NCC സ്പെഷ്യൽ എൻട്രിക്കകത്ത് ഗ്രാജുവേഷൻ 60% കൂടി പാസ്സായിരിക്കണം. അതുപോലെ തന്നെ NCC C സർട്ടിഫിക്കറ്റ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് NCC സ്പെഷ്യൽ എൻട്രിയിലേക്കൂടെ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് പൈലറ്റായിട്ട് പോകാൻ സാധിക്കുന്നത്. ഇതിനകത്ത് NCC സ്പെഷ്യൽ എൻട്രിക്കകത്ത് റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാകുന്നതല്ല, ഡയറക്റ്റ് SSB ഇൻ്റർവ്യൂ ആയിരിക്കും. നേരത്തെ മേലെ പറഞ്ഞ പോലെ തന്നെ അഫ്കാറ്റിനകത്തും SSB ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷമാണ് മെഡിക്കൽ പ്ലസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. അത് സെയിം ഇതിനാണ് വരുന്നത്. ഇതിന് റിട്ടേൺ എക്സാമിനേഷൻ ഇല്ല. NCC സ്പെഷ്യൽ എൻട്രിക്കകത്ത് 60% കൂടി പാസ്സായിട്ടുള്ള ഗ്രാജുവേഷൻ പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ NCC C സർട്ടിഫിക്കറ്റ് ഉള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഡയറക്റ്റ് SSB ഇൻ്റർവ്യൂ മാത്രമായിരിക്കും. SSB ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മെഡിക്കൽ ദെൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. ഫൈനൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മെയിൽ ത്രൂ ഇൻഫർമേഷൻ ലഭിക്കുന്നതാണ്. ഈ ഒരു 3 കാറ്റഗറിയിലൂടെയാണ് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് പൈലറ്റായിട്ട് പോകാൻ സാധിക്കുന്നത്. പല ഉദ്യോഗാർത്ഥികൾക്കും ഉള്ളൊരു ഡൗട്ടാണ് സയൻസ് ഗ്രൂപ്പ് അല്ലാത്തവർക്ക് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത്. സയൻസ് ഗ്രൂപ്പ് എന്നുള്ളത് നിങ്ങൾ ഫിസിക്സും മാത്തമാറ്റിക്സും കമ്പൾസറി പഠിച്ചിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് പൈലറ്റായിട്ട് പോകാൻ സാധിക്കുകയുള്ളൂ.
ഇന്ത്യൻ ആർമിയിലേക്കാണ് അതർ ദാൻ സയൻസ് പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് ഇന്ത്യൻ ആർമിയിലേക്ക് നിങ്ങൾക്ക് ഓഫീസറായിട്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ സയൻസ് ഗ്രൂപ്പ് വിഷയങ്ങളിൽ പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഇന്ത്യൻ നേവിയിലേക്കും ഓഫീസർ തസ്തികയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. ഈ ഒരു 3 കാറ്റഗറിയിൽ കൂടിയാണ് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് പല ഉദ്യോഗാർത്ഥികളും മെസ്സേജ് ത്രൂ അതുപോലെ തന്നെ കോൾ ത്രൂ വിളിച്ച് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അതിനെക്കുറിച്ചിട്ട് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഇൻഫോം ചെയ്യുന്നതാണ്. ആദ്യമായിട്ട് ഈ ഒരു 3 കാര്യം എന്നുള്ളത്, അതായത് 3 കാറ്റഗറിയിലേക്കൂടെ നമുക്ക് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് പൈലറ്റായിട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. അതുപോലെ ഇപ്പോൾ അഫ്കാറ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ ശ്രമിക്കുക. താങ്ക്